സാറേ, ഈ നമ്മുടെ ക്രിസ്ത്യാനികൾ ബി ജെ പിയോട് അടുത്തു എന്ന് കാണിക്കുന്ന രീതിയിൽ സംസാരിച്ചു തുടങ്ങി. മണിപ്പൂരിൽ ഇന്നലെ വരെയുള്ള വിഷയങ്ങൾ നമുക്കറിയാമായിരുന്നു, അവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിലുള്ള മത്സരമായിരുന്നല്ലോ. അന്നേരം രണ്ടിനകത്തും മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയൊക്കെ ഉണ്ടായിരുന്നു. രണ്ടുപേരുടെ ആരാധനാലയങ്ങളെല്ലാം പൊളിച്ചു. അപ്പോൾ ക്രിസ്ത്യാനി മാത്രം അവരുടെ പൊളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുന്നതിൻ്റെ കൂടെ എന്ന് പറയുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ ഇന്നലെ തൊട്ട് പറയുന്നു അവിടെ നടന്നിരിക്കുന്നത് വർഗീയ കലാപമല്ല, വംശീയ കലാപമാണ്. ജോർജ് കുര്യൻ മന്ത്രിയായതിൻ്റെ ഒരു ഗുണമായിരിക്കും അല്ലേ? ജോർജ് കുര്യൻ മന്ത്രിയായതിൻ്റെ പ്രശ്നം മാത്രമല്ല, ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ തൃശ്ശൂർ സുരേഷ് ഗോപി ജയിക്കും എന്നുള്ളൊരു ഫീലായിരുന്നു. അന്ന് രാജീവ് ചന്ദ്രശേഖർ സീനിലില്ല. അപ്പോൾ തൃശ്ശൂർ സുരേഷ് ഗോപിനെ തോൽപ്പിക്കണം. അപ്പോൾ തോൽപ്പിക്കാൻ പറ്റിയ ഹിന്ദുക്കളുടെ കൺസൾട്ടേഷൻ നടക്കും, ഹിന്ദു വോട്ടുകളുടെ കൺസൾട്ടേഷൻ നടക്കുമെന്നറിയാം. പിന്നെ അവിടെയുള്ള മുസ്ലിം വോട്ട് കിട്ടില്ല, കുറച്ച് പെണ്ണുങ്ങളെ വോട്ടേ കിട്ടില്ല, അത് മുമ്പ് കിട്ടിയിരുന്നു. അപ്പം ഈ ക്രിസ്ത്യൻ വോട്ടുകൾ നിർണ്ണായകം. ഈ ക്രിസ്ത്യൻ വോട്ടുകൾ തൃശ്ശൂരെ ക്രിസ്ത്യാനി ഒരു പൂർവ്വക്കാർ ബന്ധപ്പെട്ടിരിക്കുന്ന സാധാരണ ക്രിസ്ത്യാനികളാണ്. അപ്പോൾ ഇവരെ ഒന്ന് പറഞ്ഞ് ഇളക്കേണ്ടി വരും. ഇളക്കാൻ വേണ്ടിയിട്ട് എതിർ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ അത് ആ രീതിയിൽ ചിത്രീകരിച്ചു എന്നുള്ളത് ശരിയാണ്. അപ്പോൾ അത് ഇവർ രണ്ടുപേരും നിരന്തരമായ ആ രീതിയിൽ ക്യാമ്പയിൻ നടക്കുമ്പോൾ പള്ളിയിലച്ചന്മാർ ഈ അൽമയ കമ്മിറ്റികളുണ്ട്, ക്ഷേത്ര കമ്മിറ്റി എന്ന് പറയുന്നത്. ഈ അൽമയ കമ്മിറ്റിയിലുള്ള സാധാ വിശ്വാസികൾക്ക് അത് ഭയങ്കര പ്രശ്നമായി. ആഫ്റ്റർ ക്രിസ്ത്യാനികളാണല്ലോ ആക്രമിക്കപ്പെടുന്നത്. അപ്പോൾ ഈ പള്ളിയിലെ അച്ഛന്മാർക്കൊന്നും അതിനെ പ്രതികരിക്കാതിരിക്കാൻ പറ്റില്ല. പ്രതികരിച്ചാൽ അവർ മൂലയ്ക്കായിപ്പോവും. പക്ഷേ ഇവരെല്ലാം വിചാരിച്ച ആ രീതിയിൽ അങ്ങ് സെറ്റ് ചെയ്യുമ്പോൾ ഈ ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിയിലേക്ക് സുരേഷ് ഗോപിയിലേക്ക് പോകാതെ പിടിച്ച് നിർത്താം എന്നുള്ളതായിരുന്നു. പക്ഷേ അത് സംഭവിച്ചില്ല. ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിയിലേക്ക് പോയി. കാരണം തൃശ്ശൂർ ഇലക്ഷന് തൊട്ട് മുമ്പ് അവിടുത്തെ പിതാവൊക്കെ നടത്തിയിട്ടുള്ള പ്രസ്ഥാനം വെച്ചാൽ ഈ മണിപ്പൂർ കലാപമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു. എന്നിട്ട് പോലും ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പോലും സുരേഷ് ഗോപി വളരെ ശക്തമായ പഠനമാണ് കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് ഇത്രയും ഭൂരിപക്ഷം കിട്ടിയത്. ബി ജെ പിക്കാർ പറഞ്ഞു, ഞാൻ മുമ്പ് ഇവിടെ കണക്ക് വന്നില്ല, ആ കണക്ക് വന്നിട്ട് വേറൊരുത്തന്മാർ അവിടെ നിന്ന് വിടുന്നത് എന്നെ തെറുകയുന്നുണ്ട്. അന്ന് നമ്മൾ പറഞ്ഞ 20,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്. അന്ന് നമ്മൾ 20,000 കടന്ന് 70,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമായി. അതെനിക്ക് RSSൻ്റെ അവിടുത്തെ സിറ്റുവേഷൻ അറിയുന്ന ഒരാൾ അയച്ചു തന്നതാണ്. ഇങ്ങനെയാണ് പാറ്റേൺ. അവരുടെ കണക്കത് 20,000 വോട്ടായിരുന്നു. അതാണ് 70,000 വോട്ടായിട്ട് മാറിയത്. അതുകൊണ്ട് ഇതിനെ വിമർശിച്ച ഒരാൾ പറഞ്ഞെന്തായിരുന്നു, റിയാലിറ്റി അവിടുത്തെ ഗ്രാസ് റൂട്ടിൽ റിയാലിറ്റി അറിയാതെ പറഞ്ഞാണ്. അവിടെ കൃത്യമായിട്ട് അവിടെ ജനിച്ചു അതും അവരുടെ NRI കണക്ഷനും ഒക്കെ അറിയാവുന്ന ഒരാൾ കൃത്യമായി തന്നെ കണക്കാണ്. അതിന് കുറഞ്ഞിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. അവരുടെ എക്സ്പെക്റ്റേഷൻ അപ്പുറത്തായി. അപ്പം അച്ഛന്മാർക്ക് മനസ്സിലായി വിശ്വാസികൾക്ക് ഇതൊന്നും പ്രശ്നം ഉണ്ടാവും. മാത്രമല്ല കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു. ഈ പറഞ്ഞ പോലെ ജോർജ് കുര്യന് മന്ത്രിപദവി എടുത്തു. ഇപ്പോൾ സുരേഷ് ഗോപി സഹമന്ത്രിയായി. 2.5 വർഷം കഴിഞ്ഞാൽ അങ്ങനെ മാസം എൻട്രി ക്യാബിനറ്റിലേക്കുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ സുരേഷ് ഗോപി പറഞ്ഞാൽ ഈ സാധാരണ രാഷ്ട്രീയ പരമ്പര ഇടിച്ച് കാണിച്ച് പോകുന്ന ഒരാളല്ല. പറഞ്ഞു. അപ്പോൾ സുരേഷ് ഗോപി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാര്യമായിട്ട് ചെയ്യും. അതിപ്പോൾ ഇയാളെ ഉപദ്രവിച്ചാലും അയാൾ ചെയ്യും, അത് അയാളുടെ സ്വഭാവത. പക്ഷേ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആ സമയത്താണ് ഈ റിയലൈസേഷൻ വന്നത്. പിന്നെ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്ത വേറൊരു കാര്യമുണ്ട്. നമ്മളെ കേരളത്തിലെ ഈ സിറിയൻ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന വിഭാഗത്തിന് ഇതൊരു പ്രശ്നമല്ല. ലാറ്റിൻ ക്രിസ്ത്യാനിക്ക് വലിയ പ്രശ്നമല്ല. കാരണം ഇവർ രണ്ടുപേരും കൺവേർഷൻ നടത്തുന്നില്ല. എസ്പെഷ്യലി സിറിയൻ കമ്മ്യൂണിറ്റി തീരെ നടത്തുന്നില്ല. ലാറ്റിൻ കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ അവരുടേതായ ചില പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ആഘോഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് ഫുൾ സെലിബ്രേഷൻ്റെ ആളുകളാണ്. മനസ്സിലായി? അങ്ങനെ പോകുന്ന ആളുകളാണ്. ഇവിടെ ഈ കൺവേർഷൻ നടത്തുന്ന ആളുകൾ ബേസിക്കലി പെന്തക്കോസ്തുകാരും ഈ ആംഗ്ലിക്കൻ ചർച്ച്, CSI ചർച്ചും, ബ്രിട്ടീഷ് സഭയും അമേരിക്കൻ സഭയാണ്. അതിന് പിന്നെ ഒരു ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ഇൻട്രസ്റ്റ് ഉണ്ട്. ആൻഡ് ദേ വർ ഓൾസോ ഫെസിലിറ്റേറ്റഡ് ബൈ ദ കോൺഗ്രസ് ഗവൺമെൻറ്റ്സ്. RSSൻ്റെ ഒരു 60s തൊട്ടുള്ള അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ടയാണ് ഈ കൺവേർഷൻ അവസാനിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് അവർ ഈ ഏകാധ്യാപക വിദ്യാലയങ്ങളും വനവാസി കല്യാണ ആശ്രമങ്ങളൊക്കെ തുടങ്ങി. ആ വനവാസി കല്യാണ ആശ്രമങ്ങൾ ഏകാധ്യാപക വിദ്യാലയം തുടങ്ങിയതുകൊണ്ടാണ് ഇന്ന് ഒറീസ ഒരു ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായി നിൽക്കുന്നത് ബി ജെ പിയോടെ അധികാരത്തിൽ വന്നത്. അവിടെ മാസ് കൺവേർഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. കാരണമുണ്ട്, അവിടെ ഒടുക്കത്തെ ദാരിദ്ര്യമായിരുന്നു, ജാതീയത ഉണ്ടായിരുന്നു. ഈ ക്രിസ്ത്യൻ മിഷണറീസ് വന്ന് സ്കൂളുകൾ തുറക്കുന്നു, വിദ്യാഭ്യാസം കൊടുക്കുന്നു, അമേരിക്കയെ കൊണ്ടുപോയി പഠിപ്പിക്കും, അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നു. അപ്പം RSS അതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ ചെയ്തു തുടങ്ങി. അതിൻ്റെ ഒരു ഫലമാണ് ഇപ്പോൾ ആ മേഖല വലിയ രീതിയിൽ കൺവേർഷൻ നടക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെയും കുടുംബത്തിനെയും ചുട്ടുകരിച്ചതൊക്കെ. അതൊരു ഭീകര എന്തിനു പേരിലാണെങ്കിലും അത് അത്ര നമുക്ക് അവരെ അവിടെ റെസിസ്റ്റ് ചെയ്യാം, അവിടെ മാറ്റി നിർത്താക്കുക ചെയ്യാം. അല്ല ഈ രീതിയിലുള്ള വയലൻസ് നമുക്ക് ബജരംഗദൾ ആളുകളെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇടയ്ക്കൊരാൾ മിനിസ്റ്ററായിരുന്നു, കഴിഞ്ഞ മിനിസ്റ്ററിൽ അവിടുന്ന്. അദ്ദേഹമൊക്കെ അതിൽ പ്രതിയാന്ന് പറഞ്ഞിട്ട് അല്ലാന്ന് പറയുന്നില്ല. എനിക്കറിയില്ല, ഏതായാലും അന്ന് അതൊരു ഭീകരമായ അല്ല, അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമുക്കിപ്പം ലോകത്ത് ഒരു മതത്തെ നമുക്ക് പറഞ്ഞു കുടുംബത്തെ പിന്നെ കുട്ടികളെയൊക്കെ അതൊന്നും നമ്മുടെ സംസ്കാരമല്ലല്ലോ. ഇപ്പം അച്യുതാമാവ് മഹാനായ യോദ്ധാവായിട്ടും നമ്മളയാളെ വില്ലനായി കാണുന്നത് എന്തുകൊണ്ടാണ്? അശ്വത്ഥാമാവ് രാത്രി പോയിട്ട് എല്ലാവരെയും ഉറക്കത്ത് വെട്ടിക്കൊന്നുകൊണ്ടാണ്.
അല്ലെ കർണനെ പറ്റി പറയുന്നില്ല. കർണൻ വീരയോദ്ധാവാണ്. ഈ മരിച്ചു പോയിട്ട് ദുര്യോധൻ പാണ്ഡവര് നരകത്ത് കിടക്കുന്ന സമയത്ത് ഈ ദുര്യോധനൻ സ്വർഗത്തിലാണ് കിടക്കുന്നത്. കാരണം അയാൾ അവസാന നിമിഷം വരെ വീരയോദ്ധാവായിരുന്നു. പാണ്ഡവരൊക്കെ താഴെ കിടക്കുകയായിരുന്നു ദ്രൗപദി ഉൾപ്പെടെ. ആകപ്പാടെ യുധിഷ്ഠിരനാണ് നടന്നു ചെയ്ത് മോള് പോയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ പെട്ടല്ലേ ഈ പറയുന്ന കുട്ടികളെ അല്ല ഏതായാലും അങ്ങനെ ഈ കൺവേർഷൻ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. മനസ്സിലായില്ലേ? നമ്മുടെ ഈ കൺവേർഷന്റെ പ്രശ്നം നമ്മളെ മനസ്സിലേക്ക് വരുന്ന അന്ന് ആ സംഭവത്തോടു കൂടിയാണ്. അപ്പം അതിനുശേഷം അങ്ങനെ വയലൻസ് അവിടെ ഉണ്ടായിട്ടില്ല. അതായത് വലിയ വയലൻസ് അവിടെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഈ കൺവേർഷൻ്റെ ഈ നിരക്കും കുറയുണ്ടായി. RSS വലിയ തോതിൽ ആ പ്രശ്നം അഡ്രസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം ഇവിടുത്തെ ക്രിസ്ത്യൻ സഭകളെ സംബന്ധിച്ച് അവരത് ബാധിക്കുന്ന കാര്യമല്ല. അവരാകപ്പാട് ചെയ്യുന്നത് വലിയ പ്രേമിച്ച് കല്യാണം കഴിച്ചുകൊണ്ടുപോകുന്നല്ലേ ഒന്ന് മതം മാറ്റും. ഇനിയിപ്പോൾ അതും അവർക്ക് വലിയ നിർബന്ധമൊന്നുമില്ല. ആ പിള്ളേരെ മതം മാറ്റിയാണ്. പിള്ളേർക്ക് മാമോദീസം വെക്കണം. അപ്പോൾ അതിപ്പോൾ തിരിച്ചിങ്ങോട്ടുണ്ടല്ലോ. അപ്പം പല മുസ്ലിം കുടുംബത്തിലെ പിള്ളേരെ ഹിന്ദുക്കൾ കല്യാണം കഴിക്കാറുണ്ട്. അതും എന്താണ്, അതും ചില ആളെ കാര്യം സമയത്ത് കൊണ്ട് മതം മാറ്റും, ചില ആളുകൾ മതം മാറ്റിയല്ലേ, അതത്രേ ഉള്ളൂ. ഇത് മാസ് കൺവേർഷനാണ് പ്രശ്നം. മാസ് കൺവേർഷൻ വന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവമാവും. ഇനി ഈ മാസ് കൺവേർഷൻ നടന്നിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഗുണമുണ്ടോ? അതുമില്ല. അതല്ല പ്രശ്നം. അപ്പോൾ ഓരോരുത്തരും അവരുടെ വിശ്വാസവുമായിട്ട് നിൽക്കുന്നതാണ് നല്ലത്. അല്ലാതെ പടച്ചോൻ കയറിയിട്ട് പിന്നെ ഇലക്ഷന് മത്സരിക്കുന്നില്ലല്ലോ. പണ്ട് സ്വരാജിന്റെ ഏറ്റവും നല്ല ക്ലാസിക് സ്റ്റേറ്റ്മെന്റാണ്. ദൈവം കയറി ഇലക്ഷന് മത്സരിക്കുന്നില്ലല്ലോ. അപ്പം മാത്രമല്ല ഈ സഭകളൊക്കെ തന്നെ പല സഭകളുണ്ട്. പ്രൊട്ടസ്റ്റന്റ്, കത്തോലിക്ക സഭ, പെന്തക്കോസ്തേല, കാക്കത്തൊള്ളായൻ സഭ, ഇവര് എല്ലാം പരസ്പരം അടിയാണ്. മധ്യ കാലഘട്ടത്തിൽ ഈ പറയുന്ന പ്രൊട്ടസ്റ്റന്റ് ചർച്ചും ഇവരുമായിട്ടായിരുന്നു അടി. കേരളത്തിലാണ് ഒരേ സഭയാണ് സിറിയൻ കത്തോലിക്ക സഭ. അതിൽ യാക്കോബായക്കാരും ഓർത്തഡോക്സുകാരും തമ്മിൽ സെമിത്തേരിന്റെ വിലയിലാണ് അടി അടുത്ത കാലം വരെ. അപ്പൊ ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അപ്പം ഇതൊക്കെ നമ്മളെ പള്ളിയിലെ അച്ഛന്മാർക്ക് അറിയാം. അപ്പോൾ ഇപ്പോൾ സാഹചര്യം അനുകൂലമായതുകൊണ്ട് അവരത് കൃത്യമായിട്ട് പറയുന്നു എന്നുള്ളത്. മാത്രമല്ല BJP-യിൽ നല്ല ആക്സെപ്റ്റൻസ് കിട്ടും. ഒരൊറ്റ മുസ്ലിം മന്ത്രി പോലും ഇല്ല ക്യാബിനറ്റിൽ. അല്ല, ഫസ്റ്റ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു ഷാനവാസ് ഹുസൈൻ. വാജ്പേയിയുടെ ആദ്യത്തെ മിനിസ്റ്ററിൽ സിക്കന്ദർ വക്ത് നല്ല വകുപ്പായിരുന്നു. പിന്നെ ഷാനവാസ് ഹുസൈൻ ഒക്കെ വന്നു. അവരൊക്കെ BJP നേതാക്കന്മാരായിരുന്നു. അതെ. അപ്പം ഇത്തവണ ആരും ഇല്ല. ഈ ലോക്കലിൻ്റെ ഇപ്പം റോജു കുര്യനൊക്കെ പോലുള്ള നേതാക്കന്മാർ ഉത്തരേന്ത്യ പല സ്ഥലത്തും ഒക്കെ ഉണ്ട്. പക്ഷെ അവരൊന്നും ആക്കിയിട്ടില്ല. എന്നാൽ അതിൽ ഇപ്പോൾ 1%, 2% ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് പിന്നെ കുര്യനുണ്ട് മന്ത്രിയായിട്ട്. എനിക്കൊന്ന് ഉത്തരേന്ത്യയിൽ നോർത്ത് ഈസ്റ്റ് എന്നുള്ള ഒരാൾ. അപ്പൊ കുര്യനുണ്ട്. കുര്യനുണ്ട്. അത് അവർ കിട്ടിയ വലിയ അംഗീകാരമാണ്. സിറിയൻ ക്രിസ്ത്യാനികൾക്ക് കിട്ടിയ വലിയ അംഗീകാരമാണ്. പിന്നെ അവർക്ക് നോർത്ത് ഈസ്റ്റിലൊക്കെ ഉണ്ട് ക്രിസ്ത്യാനികൾ കൂടെ. നോർത്ത് ഈസ്റ്റിൽ ഗോവയിലൊക്കെ മന്ത്രിമാരുണ്ട്. ഗോവയിൽ നോർത്ത് ഈസ്റ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ മുസ്ലിംസിന് അന്ത്യാക്കാത്തല്ല പ്രശ്നം. മുസ്ലിംസ് എൻ ബ്ലോക്കായി BJP-ക്കെതിരെ വോട്ട് ചെയ്യുമ്പോൾ ഒരാളെ പിടിച്ച് രാജ്യസഭയെ കൊണ്ട് ആക്കേണ്ട ആവശ്യം അവർക്കില്ലല്ലോ. ക്രിസ്ത്യാനികൾ വോട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ മുമ്പ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ഇയാളെ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ അൽഫോൻസ് കണ്ണന്താനത്തിന്. അൽഫോൻസ് കണ്ണന്താനത്തിനെ കൊണ്ട് ഗുണമാണ്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഗുണമാണ്. ഇയാൾക്ക് സഭകളുമായിട്ട് ബന്ധമുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വർക്ക് ചെയ്യാൻ IAS ആയിരുന്ന രീതിയിൽ ഇയാൾ ഗുണകരമായിരുന്നു. അതുകൊണ്ടാണ് ആക്കിയത്. പിന്നെ അതിന് മുമ്പേ തോമസിനാക്കി, PC തോമസിനാക്കാൻ സഭയായിട്ടുള്ള ബന്ധമാണ്. അതിന് മുമ്പ് വാജ്പേയിയുടെ സമയത്ത് തന്നെ ഇവിടുന്ന് നമ്മുടെ സെനറ്റർ ആവാങ്കുന്ന ഒരാളെ പിന്നെ ഇതിലെടുത്തിരുന്നു. പ്ലാനിംഗ് ബോർഡിൽ മെമ്പറായിരുന്നു. അന്ന് തൊട്ട് തുടങ്ങി ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ സുരേഷ് ഗോപിക്ക് വോട്ട് കിട്ടുന്നത്. സുരേഷ് ഗോപി ഇമേജ് ഒരു ഘടകമാണ്. പക്ഷേ ഈ ഷിഫ്റ്റ് വരുന്നത്, അപ്പോൾ ഇതൊക്കെ അവർക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. അതേസമയം മുസ്ലിംസ് ഷാനവാസ് ഹുസൈൻ ഉണ്ടായിരുന്നു. പക്ഷേ ഷാനവാസ് ഹുസൈനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ട് പിന്നെ അയാൾ നിന്ന അല്ലല്ല, അയാൾ നിയമസഭ മത്സരിച്ചിരുന്നു. പിന്നെ ഇവിടെ പിന്നെ ബീഹാറിൽ നിന്ന്. പക്ഷെ അയാളെ തോൽപ്പിച്ചളഞ്ഞു. തോൽപ്പിച്ചളഞ്ഞു. പിന്നെ രാജ്യസഭയിലെടുത്തു. പിന്നെ അതുപോലെ തന്നെ നിയമസഭയിൽ അയാൾ മത്സരിച്ചിരുന്നു ബീഹാറിൽ. അപ്പം BJP-യുടെ സ്ഥാനാർത്ഥി മുസ്ലിം ആണെങ്കിൽ പോലും ഇവർ വോട്ട് ചെയ്യില്ല. അങ്ങനെ വോട്ട് ചെയ്തില്ല പിന്നെ പിടിച്ചുകൊണ്ട് ചാക്കിക്കൊണ്ട ആവശ്യമില്ലല്ലോ. അതാണ് അവർ പറയുന്നത്. അല്ലെ ഭരണഘടനാപരമായ ഒബ്ലിഗേഷൻ ഉണ്ടാവണം. ക്രിസ്ത്യാനികൾ എന്നാൽ ഓരോ കാര്യം ചെയ്യുന്നതനുസരിച്ച് ഇവരോട് കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം. ഇനി മുസ്ലിംസിനെ സംബന്ധിച്ച് ഇവർ മുസ്ലിംസിനിടെ ഒരു വിഭാഗം ഉണ്ടായിക്കൊണ്ടുവരുന്നുണ്ട്. മുസ്ലിംസിൻ്റെ ഒരു 80% വരുന്ന പശ്ചിമട മുസ്ലിംസ്, പാവപ്പെട്ട മുസ്ലിംസ്, അവരുടെ ഇടയിൽ ഈ അനൂപ് ആന്റണിനെ പോലെ ഒരു ലീഡർഷിപ്പ് അവർ കൊണ്ടുവരും. അവരുടെ ഇടയിൽ ഭാവിയിൽ മന്ത്രിമാരും ഉണ്ടാകും. അതാണ് ഒരു ഘടകം. പിന്നെ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഗ്രാജ്വലായിട്ടുള്ള ഈ ഇവിടെയുള്ള സവർണ്ണ ക്രിസ്ത്യാനികൾ എന്ന് വെച്ചാൽ ബേസിക്കലി സവർണ്ണ ഹിന്ദുക്കളെ പോലെയാണ് ഒരു കൾച്ചറൽ ലൈഫ്. വിശ്വാസത്തിന് മാത്രമേ അവർ ഹിന്ദുക്കളായി നിൽക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവർ തന്നെ വളരെ സാദൃശ്യമുണ്ട് പല കാര്യങ്ങളും. ഇതിനൊക്കെ കിട്ടിയ അംഗീകാരമാണ് അവർക്ക്. ഇങ്ങനെ ഹോസ്റ്റൈലായിട്ട് രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാൻ നടക്കുക, അതുപോലെ തന്നെ സുരേഷ് ഗോപിനെ തോൽപ്പിക്കാൻ നടക്കുക. ഇവരൊന്നും അങ്ങനെയുള്ള BJP-ക്കാരൊന്നല്ലല്ലോ. പക്ഷേ അപ്പം അതാണ് സ്ഥിതിയെങ്കിൽ പിന്നെ ഇവരെങ്ങനെ മന്ത്രിയാക്കാൻ ശ്രമിക്കുക? അതല്ല പ്രശ്നം. ഈ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ അവർ ബുദ്ധിപരമായ നീക്കങ്ങളാണ്. ബുദ്ധിപരമായി മാത്രമല്ല, അത് ബുദ്ധിപരമായ നീക്കം ഒന്നുണ്ട്. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇത് വേണ്ട, ഞങ്ങൾക്ക് മനസ്സിലാവണ്ട. സുരേഷ് ഗോപിനെ പറ്റി ഇങ്ങനെ ഇത് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷേ മുരളീധരനോ ശോഭാ സുരേന്ദ്രനാണ് അവർ വോട്ട് ചെയ്യണമെന്നില്ല.
ഇല്ല, ചെയ്യത്തില്ല. പക്ഷേ സുരേഷ് ഗോപിക്ക് ചെയ്യും, രാജീവ് ചന്ദ്രശേഖരനും ചെയ്യും. അതാണ് അതിന്റെ ഗുണം. പക്ഷെ ഇവിടെ മുസ്ലിംസ് എന്ത് ചെയ്തു? സുരേഷ് ഗോപിക്കും രാജീവ് ചന്ദ്രശേഖരനെ വരെ തോൽപ്പിക്കാൻ നടന്നു. അതാണ് പ്രശ്നം. അവിടെ ആയിരുന്നു അവർ ഗുഡ് വിൽ ജസ്റ്റ് കാണിക്കേണ്ടത്, അതവർ കാണിച്ചിട്ടില്ല. പിന്നെ ഈ പറയുന്നതിൻ്റെ മാതിരി രാജീവ് ചന്ദ്രശേഖറിന് പിന്നെ വോട്ട് കുറഞ്ഞല്ലോ. അത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. മൈനോറിറ്റി കൺസൾട്ടേഷൻ നടന്ന സമയത്താണ് കാര്യമായി വോട്ട് വന്നത്. RSSന്റെ ചില ഏരിയകളും വോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ തോൽവിക്ക് പിന്നിൽ ഈ പറഞ്ഞ മൈനോറിറ്റി കൺസൾട്ടേഷനാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ കുറച്ച് ഇങ്ങനെയുള്ള സ്ഥാനാർത്ഥികളൊക്കെ BJP തരുമ്പോൾ ഒരു ഗുഡ് വിൽ ജസ്റ്റ് അങ്ങോട്ട് കാണിക്കുന്നത്, അത് പേടിച്ചിട്ടൊന്നല്ല. അല്ലല്ല, അത് വേണം. കാരണം സമൂഹത്തിന് ഗുണകരമാകുന്ന ആളുകളെ നമ്മൾ എലക്ട് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ എല്ലാത്തിനും ഈ ഇപ്പോൾ മുസ്ലിംസിനുള്ള ഈ RSS പേടി മറ്റു പലരും മുതലെടുക്കുകയാണ്. എന്നിട്ട് ഈ പാവങ്ങളെ കരുവാക്കുകയാണ്. അല്ലാതെ മാറിയാൽ അവർക്ക് നല്ലതാ, കാരണം ഇതിന്റെ ഭാഗമായിട്ട് പോകുന്ന എക്സാക്ട്ലി. അല്ല, മുസ്ലിംസ് ഒരുപാട് ആളുകൾ നിശബ്ദമായിട്ട് ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ വന്നവരെ സംഖ്യ എന്ന് വിളിക്കുമല്ലോ. അപ്പോൾ അത് മേടിച്ച് മിണ്ടാതിരിക്കുന്നു. പക്ഷേ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഓക്കെ, നിങ്ങൾ അങ്ങനെ നിന്നോ, അങ്ങനെ നിന്നിട്ട് പക്ഷെ ഒറ്റ മുസ്ലിമിനെ പോലെ മിനിസ്ട്രിയിൽ എടുത്തെന്ന് പറയുന്നത്. എന്തിന് മിനിസ്ട്രിയിൽ എടുക്കണം? ഒരാൾ പോലും നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ലെങ്കിൽ, ഇപ്പോൾ സുരേഷ് ഗോപിക്ക് കുറച്ച് പെണ്ണുങ്ങൾ വോട്ട് കിട്ടിയിട്ടുണ്ട്, വോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ സാധാരണ BJPക്കിനെ തോൽപ്പിക്കാൻ വേണ്ടി സംഘടിതമായി വോട്ട് ചെയ്യുമ്പോൾ പിന്നെ ഒരാളെ പിടിച്ച് പ്രത്യേകിച്ച് ആക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ പറയുന്ന ഇന്ത്യൻ മുസ്ലിങ്ങൾ 20% ഷിയാക്കളുള്ളൂ. ഷിയാക്കൾ പെട്ടവരാണ് ഷാനവാസ് ഹുസൈനും മറ്റേ ആളൊക്കെ. അയാൾക്ക് അവരെ നിർത്തി അവരോട്ട് വോട്ടും ചെയ്യില്ല. മാത്രമല്ല അവർ രണ്ടുപേരെയും 2 ടേമായിട്ട് മന്ത്രിമാരാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കാര്യം. സഭയെ സംബന്ധിച്ചിടത്തോളം സഭയുടെ വിശ്വാസികളുടെ ഒരു മനസ്സ് എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രതികരിക്കുകയാണ്. സഭയുടെ നിലപാട് മുമ്പ് വേറായിരുന്നു, അത് മാറി.